ഇന്നത്തെ റെസിപ്പി പനീർ ബട്ടർ മസാലയാണ്. ഇത് നമുക്ക് ഗീ റൈസിൻ്റെ കൂടെയും അതേപോലെ ചപ്പാത്തിയുടെയും പൊറാട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്നും നമുക്ക് നോക്കിയാലോ. 200 ഗ്രാം പനീറാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. ഈ പനീർ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് മസാല പൗഡേഴ്സ് ഒന്നും വേണ്ട. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇതൊന്ന് മസാല തേച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ഫ്രൈ ആവുമൊന്നും വേണ്ട, ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. ഇനി ഇതിനായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു 3 തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരം വഴറ്റിയെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇപ്പോൾ ഇത് അത്യാവശ്യം വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 10 അണ്ടിപ്പരിപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം വാങ്ങി വെക്കാം. തണുത്തതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാന് സ്റ്റൗവിൽ വെക്കാം. ഞാൻ നേരത്തെ സവാള വഴറ്റാൻ ഉപയോഗിച്ച പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ വേണമെങ്കിൽ കൂട്ടാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടി എരിവിനനുസരിച്ച് കൂട്ടാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പനീറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പനീർ ഷാലോ ഫ്രൈ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ഡയറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടും ഇട്ട് കൊടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. വെജിറ്റേറിയൻസിനൊക്കെ പാർട്ടിക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.